ഇന്ന് നമുക്ക് പാവയ്ക്കയും തൈരും ചേർത്തിട്ട് ഊണിനൊപ്പം വിളമ്പാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇതിനുവേണ്ടി ഒരു ചെറിയ പാവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിൽ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞാണ് എടുക്കേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് പുളിയുള്ള കട്ട തൈരാണ്. തൈരിന് അധികം പുളി പാടില്ല, തീരെ കുറഞ്ഞു പോകാനും പാടില്ല, പാകത്തിനൊരു പുളി ഉണ്ടാവണം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് കട്ടയൊക്കെ ഉടച്ച് മാറ്റി വയ്ക്കാം. ഇനി ചൂടുകട്ടിയുള്ള ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2.5 ടേബിൾ സ്പൂണോളം ചേർക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള ഒരു ചെറിയ സവാള ചേർക്കാം. അല്പസമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഏതാനും സെക്കൻഡുകളൊന്ന് വഴറ്റിയാൽ മതി. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത്, എരിവിനനുസരിച്ച് പച്ചമുളക്. ഞാനിവിടെ നല്ല എരിവുള്ള 3 പച്ചമുളകാണ് ചേർക്കുന്നത്. 2 തണ്ട് കറിവേപ്പില, ഇത്രയും ചേർക്കാം. അല്പസമയം ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് പാവയ്ക്ക ചേർക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർക്കുക. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ല ഒരു ഗോൾഡൻ ഷെയ്ഡാകുന്ന വരെ വഴറ്റിയെടുക്കണം. മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കുക. ഈ ഒരു കളർ എത്തുന്നവരെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇത് ആദ്യം ഉടച്ചു വെച്ചിട്ടുള്ള തൈരിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക. ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ പാവയ്ക്ക സൈഡ് ഡിഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാറുണ്ടോ? ഞാനിതുപോലെ ഉണ്ടാക്കിയിട്ട് വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനൊരു പേര് നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.